ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ITI കേരള ചാനൽ. നമുക്കിന്ന് റിവിഷൻ്റെ ഭാഗമായിട്ട് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ്റെ 2019 ജൂലൈയിൽ നടത്തിയ ഒരു NCVT എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഈ കാണുന്നത്. അത് നമുക്ക് സോൾവ് ചെയ്തിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നമുക്ക് അടുത്ത വരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആനുവൽ പാറ്റേണിലായിരിക്കും ഇനി പരീക്ഷകൾ നടത്തുന്നത്. ആനുവൽ പാറ്റേണിൽ ഇനി 50 മാർക്കായിരിക്കും പരീക്ഷയുടെ മാക്സിമം മാർക്ക്. 25 ചോദ്യങ്ങളുണ്ടാവും. ഈ ഒരു പാറ്റേണിൽ 25 ചോദ്യങ്ങൾ ഉണ്ടാവും. ഇതുപോലെ തന്നെ 4 ഓപ്ഷൻസും തന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം വെച്ച് 25 × 2 50 മാർക്കായിരിക്കും. ടൈം 1.5 മണിക്കൂറാണ്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ 25 ചോദ്യങ്ങൾ ആൻസർ ചെയ്യുക. നെഗറ്റീവ് മാർക്ക് ഇതുവരെ ഇല്ലെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നറിയില്ല. ഇതുവരെ നെഗറ്റീവ് മാർക്ക് ഇല്ലെന്നാണ്. അപ്പോൾ മാക്സിമം നമ്മൾ അറിയില്ലെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 feet = ഇത് ഓപ്ഷൻസ് 8 ഇഞ്ച്, 12 ഇഞ്ച്, 15 ഇഞ്ച്, 17 ഇഞ്ച്, അങ്ങനെ 4 ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്. ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തോട്ടെ കേട്ടോ, ഒരു സെക്കൻഡ്. ഓക്കെ, 4 ഓപ്ഷൻസാണ്. അപ്പോൾ ഇതിനകത്ത് ഒരടി, 1 feet എന്ന് പറഞ്ഞാൽ ഒരടി എന്ന് പറഞ്ഞാൽ 12 ഇഞ്ചാണ് നമുക്കറിയാം. ഓപ്ഷൻ ബി, അത് നമ്മൾ ആൻസർ ചെയ്തു. രണ്ടാമത്തെ ചോദ്യം മെറ്റൽസിൽ നിന്നാണ്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഈസ് സ്റ്റേറ്റഡ് അണ്ടർ ഫിസിക്കൽ പ്രോപ്പർട്ടി, അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ അടിയിൽ വരുന്ന ഇതിനകത്തുനിന്ന് ഏതാണെന്നാണ്. ഓപ്ഷൻ എ എലാസ്റ്റിസിറ്റി, ഡക്റ്റിലിറ്റി, ടെനസിറ്റി, സ്ട്രക്ചർ. അപ്പോൾ ഇതിൽ 4 ആദ്യത്തെ 3 ഓപ്ഷൻസും അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയുടെ അടിയിലാണ് വരുന്നത്. സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. നമുക്ക് കണ്ണുകൊണ്ട് നോക്കി മനസ്സിലാക്കാം, അല്ലെങ്കിൽ തൊട്ട് മനസ്സിലാക്കാനൊക്കെ കഴിയുന്നതിനാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതാണ് സ്ട്രക്ചറാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്, ഇൻ കാസ്റ്റ് അയൺ ദി കാർബൺ കണ്ടൻറ്റ് റേഞ്ചസ് ഫ്രം 2 മുതൽ 4% വരെയാണ് കാസ്റ്റ് അയണിൽ കാർബണിൻ്റെ കണ്ടൻറ്റ് അതിൻ്റെ അകത്ത് ശതമാനക്കണക്കിൽ വരുന്നത് 2 മുതൽ 4% വരെയാണ്. ഓക്കെ, നാലാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോൺ മെറ്റൽ, അതായത് ലോഹമല്ലാത്ത ഏതാണെന്നാണ്. കോപ്പർ ലോഹമാണ്, മൈക്ക, സ്റ്റീലും ബ്രാസും ലോഹമാണ്, മൈക്കയാണ് ലോഹമല്ലാത്തത്, മെറ്റലല്ലാത്തത്. അതുകൊണ്ട് ഓപ്ഷൻ ബി നമ്മൾ ബബിൾ ചെയ്യുക. അഞ്ചാമത്തെ, വിച്ച് നോൺ മെറ്റൽ എമംഗ് ദി ഫോളോയിങ് വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇതിനകത്ത് മെറ്റൽ അല്ലാത്ത ഏതൊരു നോൺ മെറ്റലാണ് ഇതിനകത്ത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിനകത്ത് ഗ്രാഫൈറ്റ് തന്നിട്ടുണ്ട്, പോർസലിൻ തന്നിട്ട്, മൈക്ക തന്നിട്ട്, ഗ്ലാസ് തന്നിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് ഓരോ സ്റ്റീലാണെങ്കിലും ഉത്തരം ഗ്രാഫൈറ്റ് തന്നെയാണ്. കാരണം നോൺ മെറ്റലാണ് ചോദിച്ചിരിക്കുന്നത്. നോൺ മെറ്റലാണ് ഗ്രാഫൈറ്റ്, നോൺ മെറ്റലാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, 2/5 + 4/9 = എത്രയാണെന്നാണ്. അതിൻ്റെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് തെറ്റാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്കതൊന്ന് സോൾവ് ചെയ്യാം. 2/5 + 4/9 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞാൽ ആദ്യം 2/5 എഴുതി + 4/9. അപ്പോൾ ഇതിനെ ആദ്യം നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. അതായത് ഇത് ഈ 9നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഈ 5നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഡിവൈഡ് ബൈ ഇതിനെ താഴെ കിടക്കുന്നതിന് ഇൻറ്റു ചെയ്യുക, അതായത് 45. ഓക്കെ, അപ്പോൾ അതായത് 18, 20, 38 ഡിവൈഡ് ബൈ 45 ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഈ ഓപ്ഷൻസിൽ ഇതൊന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ല, ഓപ്ഷൻസ് തെറ്റാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ABCD ഒന്നുമല്ല. അപ്പം കൊണ്ട് നിങ്ങളിത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അതിൽ നിന്ന് മൈനസ് ആയിക്കോളും. ഓക്കെ, അടുത്ത 7ാമത്തെ ചോദ്യം, കൺവെർട്ട് 0.125 × കോമൺ ഫ്രാക്ഷൻ. അതായത് നമുക്കൊരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, ഫ്രാക്ഷൻ അല്ല, ഒരു പോയിൻ്റ് ഡെസിമൽ സംഖ്യ തന്നിട്ടുണ്ട്, 125 0.125 എന്നുള്ളൊരു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതിന് ആദ്യം നമ്മളൊരു നമ്പറാക്കി മാറ്റാം. അതായത് 0.125 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 1000. അപ്പോൾ താഴെ മുകളിലും 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്കും 125. ഈ 3 0 ഇങ്ങോട്ട് മാറ്റി പോയിൻറ്റിൻ്റെ ഇത് മാറ്റി കഴിയുമ്പോഴത്തേക്കും താഴെ 1000 നിലനിർത്തും. അപ്പോൾ 125 ഡിവൈഡ് ബൈ 1000 എന്ന് കിട്ടും. അതായത് ഇതിനെ 5 കൊണ്ട് നമ്മൾ വീണ്ടും വെട്ടുമ്പോഴത്തേക്കും 125നെ 5 കൊണ്ട് വെട്ടുമ്പോൾ 25 കിട്ടും. ഓക്കെ, 1000നെ 5 കൊണ്ട് വെട്ടുമ്പോഴത്തേക്കും 200 കിട്ടും. 200 × 5 1000,
25 ഇൻറ്റു 5 125. അപ്പോൾ വീണ്ടും ഇതിനെ വീണ്ടും ഒന്നൊരു സിംപ്ലിഫൈ ചെയ്യാം. വീണ്ടും 5 കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് 5 ഇൻറ്റു 5 25, ഈ എത്രയാണ് 40 ഇൻറ്റു 5 200. ഓക്കെ, വീണ്ടും 5 കൊണ്ട് കിട്ടാം. ഓക്കെ, വീണ്ടും 5 കൊണ്ട് 1/8 എന്ന് കിട്ടും. അതായത് 1/8 എന്നാണ് ഇതിൻ്റെ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ കാണിച്ചിരിക്കുന്നത്. 1/8 ഇവിടെ ഉണ്ട്, നമ്മളതിനെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 8ാമത്തെ ചോദ്യം, ദി കമ്പാരിസൺ ഓഫ് എ ഡിവിഷൻ ബൈ 2 സിമിലർ ക്വാണ്ടിറ്റീസ് ഈസ് കോൾഡ്. അതിനെന്താ പ്രൊപ്പോർഷൻ എന്ന് വിളിക്കുമോ, റേഷ്യോ എന്ന് വിളിക്കുമോ, പെർസെൻറ്റേജ് എന്ന് വിളിക്കുമോ, ഡയറക്റ്റ് റേഷ്യോ ആണ് ഇതിൻ്റെ ഉത്തരം. റേഷ്യോ ആണ്, അതായത് 2 ഡിവിഷൻസിനെ സിമിലർ, അതായത് 2 ഒരേപോലുള്ള സംഖ്യകളെ കമ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ട്, റേഷ്യോ വെച്ചാണ്. ഓക്കെ, അതാണ് റേഷ്യോ ആണ് ഇതിൻ്റെ ഉത്തരം. x:15 = 6:9. അതായത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് ജസ്റ്റ് കടലാസ് നമുക്ക് എപ്പോഴും തന്നിരിക്കും. നമ്മൾ എക്സാം മോഡിൽ ജസ്റ്റ് ഒരു കടലാസ് എപ്പോഴും നമുക്ക് തരും. ആ കടലാസിൽ നമ്മൾ കാൽക്കുലേറ്ററും കയ്യിൽ കരുതണം. കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ കാൽക്കുലേറ്റർ തന്നെ. x/15 ചോദ്യം ഇതാണ്. x/15 = 6/9 എന്നുള്ള റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും അതിന് ആൻസർ. എക്സിനെ ഇവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം ആ സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 15നെ ഇപ്പുറത്ത് എടുക്കുമ്പോഴത്തേക്കും 6 ഇൻറ്റു ഈ 15നെ ഇങ്ങോട്ട് കയറ്റി എഴുതും. ഓക്കെ, അപ്പോൾ ഈ 6ഉം ഈ 9ഉം വെട്ടിപ്പോയി. ഇവിടെ 2/3 കിട്ടി. 30/3 = 10/1 എന്ന് കിട്ടി. അതായത് 10 ആണ് ഇതിൻ്റെ ഉത്തരം. ഉണ്ടോ, 10 ഇവിടെ ഉണ്ട്. 10 നമ്മളിവിടെ മാർക്ക് ചെയ്തു. അടുത്തത് കൺവേർട്ട് 6 1/4% ഇൻറ്റു ഫ്രാക്ഷൻ. അതായത് 6 പെർസെൻറ്റേജ് ഇത്ര പെർസെൻറ്റേജ് 6 ഫ്രാക്ഷനിലോട്ട് മാറ്റാനാണ് ചോദ്യം. ഓക്കെ, ഇതാണ് ചോദ്യം. കൺവേർട്ട് 6 1/4% ഇൻറ്റു ഫ്രാക്ഷൻ. അപ്പോൾ ഇതിനെ പെർസെൻറ്റേജിലോട്ട് ആദ്യം മാറ്റുക. ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. 6 1/4 6 ഇൻറ്റു 4 24 + 1 25/4 പെർസെൻറ്റേജ് ഇൻറ്റു 1/100 ഫ്രാക്ഷനിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. 25 100 കൂടി വെട്ടിപ്പോകുമ്പോൾ താഴെ 25 വരും. അപ്പോൾ 4 വരും. അപ്പോൾ 1/4 × 4 16. 1/16 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. നോക്കാം, അവിടെ 1/16 ഉണ്ട്. അത് നമ്മൾ ബബിൾ ചെയ്യുന്നു. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യം, യൂണിറ്റ് ഓഫ് വെയ്റ്റ് ഇൻ SI സിസ്റ്റം ഈസ്. SI സിസ്റ്റത്തിൽ ഈ വെയ്റ്റിൻ്റെ യൂണിറ്റ് എന്താണെന്ന്, കിലോഗ്രാം ആണ് SI സിസ്റ്റത്തിൽ. ഇത്ര kg, അതാണ് നമുക്ക് SI സിസ്റ്റത്തിൽ അതിൻ്റെ യൂണിറ്റ്. അടുത്ത 12ാമത്തെ, മാസ് ഈസ് എ കെമിക്കൽ ക്വാണ്ടിറ്റി ആണ്, വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ, ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണോ, സ്കേലാർ ക്വാണ്ടിറ്റി. മാസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, അതിന് ഡയറക്ഷൻ ഇല്ല, അതുകൊണ്ടൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അടുത്തത് ആഡ് ദി എക്സ്പ്രഷൻ 13x + 3y + 5x - 4z + 9z - 3y. ഇതിനെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു വെള്ളക്കടലാസിലോട്ട് ഇങ്ങനെ എഴുതുക. 3x + 3y + 5x - 4z + 9z - 3y. അപ്പോൾ ഇതിനകത്ത് എക്സ് ഒക്കെയുള്ള ഇത് രണ്ടുമാണ്. ഇത് രണ്ടും പ്ലസ് ആയതുകൊണ്ട് 3 + 5 8x എന്ന് എഴുതി. y ഇവിടെ 3y ഉണ്ട്, -3y ഉണ്ട്, അത് രണ്ടും വെട്ടിപ്പോയി. പിന്നെ അതിന് ശേഷം -4z കൊണ്ട് +9z ഉണ്ട്. അപ്പോൾ ഇത് മൈനസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് +5z എന്ന് കിട്ടി. അപ്പോൾ ഓക്കെ, അപ്പോൾ 8x + 5z, അതാണ് ഇതിൻ്റെ ഉത്തരം. 8x + 5z, ഓപ്ഷൻ എ നമ്മൾ ബബിൾ ചെയ്യുക. അടുത്തത് 14ാമത്തെ ചോദ്യം, സിംപ്ലിഫൈ ദി എക്സ്പ്രഷൻ 5x + 20 / 7x + 28. അതാണ് ചോദ്യം. സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്, ഒന്നുകൂടി നമുക്ക് എഴുതാം. അതായത് 5x + 20 / 7x + 28. ഇതാണ് ചോദ്യം. സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സിംപ്ലിഫൈ ദി എക്സ്പ്രഷൻ 5x + 20 / 7x + 28. അപ്പോൾ ഞാനിവിടെ അത് എഴുതിയതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ടുള്ള ഇതിന് പുറത്തെടുക്കുക. അതായത് കോമൺ ആയിട്ടുള്ള 5x + 20 കോമൺ ആയിട്ടുള്ള 5 ആണ്. 5 ഞാൻ പുറത്തെടുത്തു. അപ്പോൾ x + 20 5 പുറത്തെടുപ്പോൾ 4 വന്നു ബാക്കി. അതുപോലെ തന്നെ ഇതിനകത്ത് 7 ആണ് കോമൺ ആയിട്ടുള്ളത്. 7 ഞാൻ പുറത്തെടുത്തു. x + 4 ഇവിടെ
പുറത്തെടുത്തു. അപ്പോൾ ഇത് രണ്ടും വെട്ടിക്കളഞ്ഞു. 5/7 എന്നാണ് ഇതിൻ്റെ ഉത്തരം വന്നത്. അതാണ് ഇവിടെ ഓപ്ഷൻസ് നോക്കാം. 5/7, ഈ 5/7 ആണ് ഇതിൻ്റെ ഉത്തരം. ഞാൻ വേറൊരു കാര്യം പറയാൻ ശ്രദ്ധിക്കുക. അത് നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരത്തിലോട്ട് നമുക്ക് എത്താനുള്ളൊരു കിട്ടും. നമുക്ക് ഓപ്ഷൻസ് ജസ്റ്റ് നോക്കാം, എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഓപ്ഷൻ നോക്കി നമ്മളിത് പല രീതിയിൽ സോൾവ് ചെയ്യാം. ഈ രീതി സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏത് രീതി സോൾവ് ചെയ്യണമെന്നുള്ളൂ. ഓക്കെ, അടുത്ത സോൾവ് എക്സ് വൈയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എക്സ് പ്ലസ് വൈ = 18, എക്സ് മൈനസ് വൈ = 2. ഇപ്പോൾ ഇതിനകത്ത് എക്സിനൊരു വാല്യൂ, വൈക്കൊരു വാല്യൂ തന്നിട്ടുണ്ട്. ഇങ്ങനെ 4 വാല്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഏത് വാല്യൂ ആണെന്നാണ് കണ്ടുപിടിക്കുന്നത്. എക്സ് പ്ലസ് വൈ = 18 ഞാനിവിടെ എഴുതി സൈഡിലോട്ട്. എക്സ് പ്ലസ് വൈ = 18 എന്ന് എഴുതി. എക്സ് മൈനസ് വൈ = 2 എന്ന് എഴുതി. ഇതിനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ഈ 2x കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ 2x, ഈ ഒരു പ്ലസ് വൈയും മൈനസ് വൈയും കട്ട് ചെയ്ത് പോയി = 18 + 2 20. അപ്പോൾ x = 20/2 = 10 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10 എന്ന് കിട്ടി. അപ്പോൾ എക്സ് പ്ലസ് വൈ = 18 എന്ന് നമുക്ക് ആദ്യത്തെ ഒരു ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സിന് 10 എന്ന് ഇട്ട് കൊടുക്കുക, ഈ വാല്യൂ എക്സിൻ്റെ 10 എന്ന് ഇട്ട് കൊടുക്കുക, പ്ലസ് വൈ = 18 എന്ന് എഴുതുക. അതായത് y = 18 - 10, അതായത് 8 y = 8 എന്ന് കിട്ടി. അപ്പോൾ അതായത് 10ഉം 8ഉമാണ് എക്സ് വൈ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം, 10ഉം 8ഉം കൂടെ ഉണ്ട്, അത് മാർക്ക് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ് 16ാമത്തെ. 1 കലോറി = എത്രയാണ്? 4.2 ജൂളാണ്. കണ്ടോ? അത് നമുക്ക് കാണാപ്പാടം പഠിക്കുന്നതാണ്. ചില യൂണിറ്റ്സിലൊക്കെ യൂണിറ്റ് എപ്പോഴും നമ്മൾ കാണാപ്പാടം പഠിക്കേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട്, അതൊക്കെ കാണാപ്പാടം തന്നെ പഠിക്കുക. അടുത്തത് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എനർജി ബൈ കോണ്ടാക്ട് ഈസ് നോൺ ആസ്. അതായത് കോണ്ടാക്റ്റിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? കണ്ടക്ഷനാണ്. കണ്ടക്ഷൻ വഴിയാണ് കോണ്ടാക്റ്റ്. അതായത് 2 പാർട്ടിക്കിൾ ഇങ്ങനെ ഇപ്പോൾ 2 പദാർത്ഥങ്ങൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുട്ടിയിരിപ്പുണ്ടെങ്കിൽ മുട്ടിയ വസ്തുവോടെ നമ്മൾ ഹീറ്റ് പാസ് ചെയ്യുന്നത് കണ്ടക്ഷൻ മൂലമാണ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നമ്മൾ തുണി തേക്കുന്നത് കണ്ടക്ഷനാണ്. അതായത് നമ്മൾ തേപ്പുപൊട്ടിയുടെ അടിയിലെ ചൂട് നേരിട്ട് തുണിയിലോട്ട് തൊട്ടിട്ടാണ് ആ ചൂടായി തുണി തേക്കുന്നത്. അതുപോലെ തന്നെ കൺവെക്ഷൻ, അതായത് വെള്ളം തിളപ്പിക്കുന്ന, പാല് തിളപ്പിക്കുന്ന എല്ലാം കൺവെക്ഷനാണ്. റേഡിയേഷൻ നമ്മൾ എക്സാമ്പിൾ പറയാൻ കീമോതെറാപ്പി റേഡിയേഷനാണ്. അതായത് അല്ലെങ്കിൽ നമുക്ക് സൂര്യൻ്റെ വെളിച്ചം, അത് റേഡിയേഷൻ്റെ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം കണ്ടക്ഷനാണ്. ഓക്കെ, കോണ്ടാക്റ്റ് വരുമ്പോൾ അത് കണ്ടക്ഷനാണ്. അടുത്ത ചോദ്യം, ഇഫ് ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ, അതായത് ചുറ്റളവ് ഓഫ് എ സർക്കിൾ ഈസ് 44 സെൻറ്റിമീറ്റർ, ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. അതൊരു നല്ല ചോദ്യമാണ്. സർക്കംഫറൻസിൻ്റെ ഫോർമുല 2πr. 2πr = നമുക്ക് ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 44 എന്ന് തന്നിട്ടുണ്ട്. π = 22/7 എന്ന് എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. 2πr = 44 എന്ന് ഇവിടെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 × π എന്ന് പറഞ്ഞാൽ 22/7 എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. r = 44 എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 × 22 ആണ് 44, അത് രണ്ടും ഇവിടെ വെട്ടിപ്പോയി. അപ്പോൾ r = ഈ 7ൻ്റെ മുകളിൽ എടുക്കുമ്പോഴത്തേക്കും റേഡിയസ് = 7 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ് അല്ലേ? πr² ആണ് കണ്ടുപിടിക്കേണ്ടത്. r നമുക്ക് അറിയാം. π എന്ന് പറഞ്ഞാൽ 22/7 r എന്ന് പറഞ്ഞാൽ 7 × 7 r² എന്ന് പറഞ്ഞാൽ 7 × 7. ഈ ഒരു 7 വെട്ടിപ്പോയി. 22 × 7 എന്ന് പറയാൻ നമ്മൾ കാൽക്കുലേറ്റർ എടുക്കുന്നു. 22 × 7 154 ആണ് ഇതിൻ്റെ ഏരിയ. 154 cm², mm² എത്രയാണെന്ന് നോക്കാം. cm² ആണ്. കണ്ടോ, സെൻറ്റിമീറ്റർ ആയിരുന്നു ഒന്ന്. അപ്പോൾ 154 cm² ആണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദി വോളിയം ഓഫ് എ ക്യൂബോയിഡ് ബോക്സ് ഹൂസ് ലെങ്ത്ത് 10 മീറ്റർ, ബ്രെഡ്ത്ത് 12 മീറ്റർ, ഹൈറ്റ് 5 മീറ്റർ. അപ്പോൾ ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ്. വോളിയത്തിൻ്റെ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റാണ്. ഇത് ജസ്റ്റ് എല്ലാം കൂടി ഇൻറ്റു ചെയ്യുക. 10 × 12 120. 120 × 5 എന്ന് പറഞ്ഞാൽ 600 ആണ്. അപ്പോൾ 600 m³ ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, 20ാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദി വോളിയം ഓഫ് സിലിണ്ടർ ഹൂസ് ബേസ് ഏരിയ ഈസ് 120 cm² ആൻഡ് ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ 16 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞത്. അതായത് ഒരു സിലിണ്ടറിൻ്റെ
ഏരിയ അല്ലെങ്കിൽ ഏരിയ അല്ല വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സിലിണ്ടർ, ഇതൊരു സിലിണ്ടറാന്നിരിക്കട്ടെ. ഇതിൻ്റെ ഈ ഒരു ഏരിയ പറഞ്ഞിരിക്കുന്നത് 120 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇത് 120. ഇതിൻ്റെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 16 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ഏരിയ ഇത്രയും ഹൈറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതേ ഇൻറ്റു ഇതാണ് അതിൻ്റെ വോളിയം. അപ്പം 120 ഇൻറ്റു 16 1920 m³ ഇതിൻ്റെ വോളിയം. ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ എ. ഓക്കെ, 1920. അടുത്ത ചോദ്യം, വിച്ച് വൺ ഈസ് എ കണ്ടക്ടർ? ഇതിനകത്ത് കണ്ടക്ട് ചെയ്യുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വുഡല്ല, പോർസിലിൻ അല്ല, റബ്ബറല്ല, കോപ്പറാണ് ഇതിനകത്ത് കണ്ടക്ട് ചെയ്യുന്നത്. ബാക്കി 3 ഇൻസുലേറ്ററാണ്. ഓക്കെ. 22ാമത്തെ, ടു മെഷർ ദി ഇലക്ട്രിക് പവർ വിച്ച് ഓഫ് ദി ഫോളോയിങ് മീറ്റർ ഈസ് യൂസ്ഡ്? പവർ അതേതാ? വാട്ടാണ്. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. വാട്ട് മീറ്ററാണ് പവർ അളക്കാൻ ഉപയോഗിക്കുന്നത്. ആ മീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? കറണ്ട് അളക്കാനാണ്. വോൾട്ട് മീറ്റർ വോൾട്ടേജ് അളക്കാൻ, ഓ മീറ്റർ റെസിസ്റ്റൻസ് അളക്കാൻ. 1/3 ഓഫ് ദി പൈ റേഡിയൻ ഇസ് ഈക്വൽ ടു, അതായത് 1/3 ഈ റേഡിയൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 1/3 ഡിവൈഡ് ഇൻറ്റു 180 ഇസ് ഈക്വൽ ടു 60. അതായത് 60 ഡിഗ്രിയാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ. ഫൈൻഡ് ദി വാല്യൂ ഓഫ് സൈൻ 30. സൈൻ 30യുടെ വാല്യൂ ഇതാണ്, 1/2 ആണ് കേട്ടോ. അടുത്തത്, റേഷ്യോ ബിറ്റ്വീൻ ലോഡ് ആൻഡ് എഫർട്ട് ഈസ് ഈക്വൽ ടു. ലോഡ് ആൻഡ് എഫർട്ടിൻ്റെ റേഷ്യോ നമ്മൾ പഠിച്ചായിരുന്നു, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ. ഇത്രയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓപ്ഷൻസും ചോദ്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതിനകത്ത് ഈ 6ാമത്തെ ചോദ്യത്തിന് മാത്രം തെറ്റായിരുന്നു, തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ആയിരുന്നു. അതുകൊണ്ട് അത് നെഗ്ലക്റ്റ് ചെയ്യുക. അതായത് അത് ഇതിപ്പോൾ ഇത് മാർക്ക് ചെയ്യുന്ന ഡിഡക്റ്റ് ചെയ്യും. അതിനനുസരിച്ചുള്ള പ്രൊപ്പോർഷനായിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഓക്കെ, ഇത്രയായി നമ്മളെ ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറും എങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസും ഒക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, ബൈ.